Hello friends, welcome to SAT, St. Augustine Tuition Center, Madathambadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustinetuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഘടകമായ എന്താണ്? കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകം. ഉൽപ്രേരകങ്ങൾ എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത്? ഹൗ കാറ്റലിസ്റ്റ് എഫക്ട് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നോക്കൂ, ഈ ഒരു പിക്ചർ ഉണ്ട്. ഇതിനകത്ത് ഒരാൾ ഒരു കല്ല് ഇങ്ങനെ തള്ളുകയാണ് അല്ലേ, വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തള്ളുകയാണ്. തള്ളി അയാൾ ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയേ. പിന്നെ കല്ലിട്ട് കഴിയുമ്പോൾ എന്താണ്, അത് വളരെ കൂളായിട്ട് താഴേക്ക് വരും. ഇവിടെ ഇയാള് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു മുകളിലേക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഇല്ല എന്ന് വിചാരിക്കും. ഇതിവിടെ നേരിട്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യാം, ഈ കല്ലിങ്ങനെ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, തള്ളി ഇടാം അല്ലേ. പക്ഷെ അങ്ങനെ പറ്റുന്നില്ല. കാരണം എന്താ, ഇവിടെ വലിയൊരു മലയുണ്ടല്ലേ. അപ്പൊ അതിന്റെ മുകളിലേക്ക് കയറ്റാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് താഴേക്ക് തള്ളിയിടാനായിട്ട് പറ്റില്ല. ഇവിടെ ഒരു ബാരിയർ ഉണ്ടെന്ന് പറയാം, ഒരു തടസ്സം ഉണ്ടോ? ഇതെന്താണ്? ഒരു ബാരിയർ ഉണ്ടോ, ഒരു തടസ്സം നമുക്ക് നേരിടാൻ അല്ലേ. ഇത് നമ്മൾ സാധാരണ സിറ്റുവേഷനിൽ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇതാണ് ശരിക്കും വേണ്ട ഒരു എനർജി. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൂളായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇടുമായിരുന്നു. പക്ഷെ അത് പറ്റുന്നില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഒരു തടസ്സമുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ കെമിസ്ട്രിയിൽ ഇങ്ങനെ തടസ്സം എന്ന് പറയുന്നത് ആക്ടിവേഷൻ ബാരിയർ എന്ന് പറയും. അതായത് ഇവിടം വരെ എത്തിയാലേ, മുകളിൽ എത്തിയാലേ ഈ രാസപ്രവർത്തനം എന്താണ് നടക്കുള്ളൂ. സപ്പോസ് ദിസ് ഈസ് എ, ഇതൊരു റിയാക്റ്റന്റ് ആണെന്ന് വിചാരിക്കുക എ. ഇത് എന്തായിട്ട് മാറണം, പ്രൊഡക്റ്റ് ബി ആയിട്ട് മാറണമെങ്കിൽ ഈ റിയാക്റ്റന്റ് എന്താണ്, കുറച്ച് എനർജി അവർക്ക് വേണം, ഇത്രയും ഭാഗത്ത് എത്തണം. മനസ്സിലായോ? എന്നാലേ അവരെന്ത് ചെയ്യുള്ളൂ, താഴേക്ക് വീണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ ആ നേരെയുള്ള ലൈനും ആ മുകളിൽ എത്തേണ്ട ലൈന്, അതിന് തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ആ ഒരു പൊക്കം കണ്ടോ, ഇതിനെ നമുക്ക് ഈ ആക്ട് അല്ലെങ്കിൽ എന്താണ് ആക്ടിവേഷൻ ബാരിയർ, തടസ്സം എന്ന് പറയാം. ഇത്രയും എനർജി ഉള്ളവർ, അതായത് മുകളിൽ ഇവിടെ ഇത്രയും എനർജി ഉള്ളവർ മാത്രമേ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് എന്തായിട്ട് മാറുള്ളൂ, പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. മനസ്സിലായോ? സോ ഈ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ദ മിനിമം എനർജി എ റിയാക്ടന്റ് must possess in order to convert reactant into products. ഇപ്പൊ റിയാക്ടന്റ് ഇത്രയും എനർജി, മിനിമം എനർജി വേണം. അതിനെ നമ്മൾ ഈ ആക്ട് എന്ന് പറയാം, ആക്ടിവേഷൻ എനർജി എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ? ഇത് നമ്മൾക്ക് അറിയില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കാണുക, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദ ഹയർ ദ ആക്ടിവേഷൻ ബാരിയർ ദ സ്ലോവർ ദ റിയാക്ഷൻ. നിങ്ങൾക്ക് ഈ തടസ്സം വലുതാണെങ്കിൽ, ഇങ്ങനെ വലിയൊരു തടസ്സമാണെങ്കിൽ വളരെ സമയം എടുക്കും എന്താണ്, ഇവിടെ എത്തിച്ചിട്ട് താഴേക്ക് വിടാൻ അല്ലേ. സോ ദാറ്റ് മീൻസ് ഹയർ ദ ആക്ടിവേഷൻ ബാരിയർ സ്ലോവർ ദ റിയാക്ഷൻ റേറ്റ്. സിമിലർലി ലോവർ ദ ആക്ടിവേഷൻ ബാരിയർ, ആക്ടിവേഷൻ ബാരിയർ ലോവർ ആണെങ്കിൽ, അതായത് വളരെ താന്നാണ്, ഇത് ഇത്ര ഉള്ളൂ, ഇവിടെ ആണെങ്കിലോ വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പൊ രാസപ്രവർത്തനം വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ദ ലോവർ ദ ആക്ടിവേഷൻ ബാരിയർ ഫാസ്റ്റർ ദി റിയാക്ഷൻ. മനസ്സിലായോ? എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞത്? നമുക്ക് കാറ്റലിസ്റ്റിന്റെ പ്രവർത്തനം മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? നോക്കൂ, ഇതേപോലെ തന്നെയാണ് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനം. കണ്ടോ, ഇത് നമ്മുടെ റിയാക്റ്റന്റ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാവണം. ക്ലിയർ? അപ്പോൾ ഈ റിയാക്റ്റന്റ് നമ്മൾ എന്താണ് ഉണ്ടോ, ഇവിടെ നിന്നാണ് വീഴ്ത്തുന്നതെങ്കിൽ നമുക്ക് എന്താണ്, കുറച്ച് കഷ്ടപ്പെട്ട് ഒരു ട്രോളിയിൽ കൊണ്ടുപോയിട്ട് വേണം എന്ത് ചെയ്യാൻ, താഴേക്ക് വീഴ്ത്താൻ. സോ ഒത്തിരി എഫക്റ്റീവ് ആണ്. വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെ? വളരെ കഷ്ടപ്പെട്ട് ഇത്രയും എനർജി എത്തിയ ആൾക്കാർ മാത്രം എന്ത് ചെയ്യുള്ളൂ, താഴേക്ക് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോണ, വിത്ത് കാറ്റലിസ്റ്റ്, അതായത് ഉൽപ്രേരകങ്ങൾ എന്ത് ചെയ്യും, ഇത്രയും ഉയരത്തിൽ എത്തിക്കാതെ ഇവിടെ നിന്ന് നമുക്ക് എന്താ വേറൊരു റൂട്ട് തരും. എന്താ, ഈ റൂട്ട് കൂടി പൊക്കോ, എന്താ വേറൊരു വഴി നമുക്ക് എന്താണ് പണിത് തരും. കണ്ടോ? അപ്പൊ ഈ റൂട്ടിലൂടെ നമ്മൾ എന്താണ് രാസപ്രവർത്തനം എന്താണ് ഇപ്പൊ വേഗത്തിൽ നടക്കും. മനസ്സിലായോ പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഉൽപ്രേരകം ഇല്ലാതെ വിത്തൗട്ട്
കാറ്റലിസ്റ്റ് എന്താണ് ഇത്രയും എനർജി വേണം കണ്ടോ എനർജി വേണം ആക്ടിവേഷൻ എനർജി ഇത്രയും വേണം ക്ലിയർ നമ്മൾ കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിലോ കണ്ടോ വേറൊരു റൂട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ എന്താണ് ആക്ടിവേഷൻ എനർജി ഇത്രയും വേണോ ഇത്രയും വേണ്ട എന്തോരം മതി വളരെ കുറച്ച് മതി ഇത്രയും മതി കണ്ടോ വളരെ കുറച്ചായിട്ട് ഇത്രയും ആക്ടിവേഷൻ എനർജി എവിടെ നിൽക്കണ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ടിക്ക് വരച്ചിരിക്കുന്ന സ്ഥലത്ത് അത്രയും ആക്ടിവേഷൻ എനർജി മതി അപ്പൊ കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയാണോ ചെയ്യുന്നത് അല്ല ആക്ടിവേഷൻ എനർജി അവിടെ തന്നെയുണ്ട് മറിച്ച് ആക്ടിവേഷൻ എനർജി കുറഞ്ഞ രീതിയിൽ ഒരു എന്താണ് മറ്റൊരു വഴി നമുക്ക് വെട്ടിത്തരുന്നുണ്ടോ ഇതാണ് ആര് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം ഇപ്പോഴും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും ഒരു ഐഡിയ കിട്ടിയല്ലോ കാറ്റലിസ്റ്റ് ഇടുമ്പോൾ മുന്നേ പോയിരുന്ന വഴിയുടെ അല്ലാതെ കുറച്ചും കൂടി എന്താണ് എനർജി കുറഞ്ഞ ഒരു വഴി ആര് ക്രിയേറ്റ് ചെയ്യും കാറ്റലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ക്ലിയർ Catalyst lowers the activation energy so that minimum energy needed for the reaction to take place is lowered. അപ്പോൾ വളരെ എന്താണ് വേറൊരു പാത ഉണ്ടാക്കുമ്പോൾ അത് കുറവാണ് അല്ലേ എനർജി കുറവാണ് സോ ഇറ്റ് ലോവേഴ്സ് ദ ആക്ടിവേഷൻ എനർജി സോ ദാറ്റ് ദ മിനിമം എനർജി നീഡഡ് ഫോർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഈസ് ലോവേഡ് അപ്പോൾ മിനിമം എനർജി എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ് അത് കുറയും അതിങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ കുറവ് എനർജിയുള്ള കുറേ തന്മാത്രകൾക്ക് കുറേ മോളിക്യൂൾസിനും കൂടി എന്ത് ചെയ്യാൻ പറ്റും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റും മനസ്സിലായോ സോ വാട്ട് ആർ കാറ്റലിസ്റ്റ് അപ്പോൾ എന്താണ് ഈ കാറ്റലിസ്റ്റ് എന്ന് അറിയണം അല്ലേ നോക്കാം നമുക്ക് എ കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് സ്പീഡ് അപ്പ് എ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്ത് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ കൂട്ടുന്ന വസ്തുക്കളാണ് അല്ലേ but it is chemically unchanged at the end of the reaction എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം it is chemically unchanged അതായത് രാസപ്രവർത്തനം നടന്നതിന് ശേഷം അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല കാറ്റലിസ്റ്റ് അങ്ങനെ തന്നെ നടക്കും മനസ്സിലായോ when the reaction has finished you would have exactly the same mass of catalyst as you had at the beginning നമ്മുടെ രാസപ്രവർത്തനം നടന്നു കഴിയുമ്പോൾ എന്തോ some examples ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അതിനകത്ത് ഏറ്റവും ഫേമസ് ആയ ഉദാഹരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റിലുള്ളതും നോക്കൂ ഡീകോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ് ആണ് MnO2 ഓക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ H2O2 ഇതാണ് ഹൈഡ്രജൻ എന്താണ് പെറോക്സൈഡ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും വാട്ടർ പ്ലസ് ഓക്സിജൻ വാട്ടറും എന്തുണ്ടാവും ഓക്സിജനും ഉണ്ടാവും നമുക്കിത് ബാലൻസ് ചെയ്യണം ഇവിടെ ഒരു 2 ഇടാം ഇപ്പോൾ എന്താണ് 4 ഹൈഡ്രജൻ ഓക്സിജനുമായി നമ്മളിവിടെ ഒരു 2 ഇടാം ഇത് ബാലൻസ് ചെയ്യാം ഓക്കെ ശരിയല്ലേ ഇവിടെ 4 ഹൈഡ്രജൻ ഇവിടെ 4 ഹൈഡ്രജൻ ഇവിടെ 4 ഓക്സിജൻ ഇവിടെ 2 ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് ഇവിടെ ഈ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് MnO2 മാംഗനീസ് ഡയോക്സൈഡ് ഇതൊരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ് അതായത് വേഗത കൂട്ടുന്ന കാറ്റലിസ്റ്റ് ആണ് മനസ്സിലായോ എന്താണ് അപ്പോൾ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ഇവര് കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ ഒത്തിരി എനർജി വേണം ഇവർ തമ്മിൽ പ്രവർത്തിക്കാൻ കാറ്റലിസ്റ്റ് ഇടുമ്പോഴോ എനർജി കുറയും കുറച്ച് എനർജിയുള്ള തന്മാത്രകൾക്ക് വരെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു പരീക്ഷണം നിങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇത് എടുത്തു അത് കുറച്ച് എന്താണ് മാംഗനീസ് ഡയോക്സൈഡ് കുറച്ച് അതിനകത്തേക്ക് ഇട്ടു അങ്ങനെ എടുത്ത് അങ്ങനെ നിങ്ങൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും ടെസ്റ്റ് ട്യൂബിൽ നിന്ന് രാസപ്രവർത്തനം നടന്ന് പുറത്തേക്ക് വരുന്ന വാതകം ആരായിരിക്കും ഓക്സിജൻ ആയിരിക്കും ഉണ്ടോ ഓക്സിജൻ എന്താണ് പുറത്തേക്ക് വരും ക്ലിയർ അപ്പോൾ നമ്മളൊരു ചന്ദനത്തിരിയോ എന്തെങ്കിലും ഇങ്ങനെ കത്തിക്കുന്ന ഒരു ചന്ദനത്തിരി എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്ത് ചെയ്യും കത്തും മനസ്സിലായോ പറഞ്ഞത് എന്തുകൊണ്ടാണ് നന്നായി കത്തുന്നത് കാരണം പുറത്തേക്ക് വരുന്ന വാതകം ആരാണ് ഓക്സിജൻ ആണ്
അപ്പോൾ ഓക്സിജന്റെ വിഘടനം ഉണ്ടായി. എങ്ങനെ? മാഗ്നീസ് ഡയോക്സൈഡ് നമ്മൾ കൂടുതലിട്ടപ്പോൾ. അപ്പോൾ മാഗ്നീസ് ഡയോക്സൈഡ് നമ്മൾ ഇടുമ്പോൾ വളരെ പെട്ടെന്ന് രാസപ്രവർത്തനം എന്താ നടക്കുന്നു. പിന്നെ നമ്മൾ വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാഗ്നീസ് ഡയോക്സൈഡ് ഈ രാസപ്രവർത്തനത്തിന് ശേഷം ടെസ്റ്റ് ട്യൂബിൽ അവശേഷിക്കും. മാഗ്നീസ് ഡയോക്സൈഡ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തോരം ഇട്ടോ അത്രയും തന്നെ എന്താണ് അവസാനം ഉണ്ടാവും. അതായത് കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഉൽപ്രേരകങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ രാസപ്രവർത്തന വേഗതയെ കൂട്ടുന്നു. എങ്ങനെ? ആക്ടിവേഷൻ എനർജി, അതായത് രാസപ്രവർത്തനത്തിൽ തന്മാത്രകൾക്ക് പങ്കെടുക്കാൻ വേണ്ട മിനിമം എനർജി. ദ മിനിമം എനർജി റിക്വയർഡ് ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ആക്ടിവേഷൻ എനർജി. ആ ആക്ടിവേഷൻ എനർജി കുറച്ചു കൊണ്ടുവരും. അപ്പൊ എന്താണ്? മുൻപ് ഈ ആക്ടിവേഷൻ എനർജിയിൽ എത്താൻ സാധിക്കാതിരുന്ന തന്മാത്രകൾക്ക് വരെ ഇപ്പൊ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. കാരണം എനർജി കുറഞ്ഞു, കുറവ് എനർജി മതി. മനസ്സിലായോ? അങ്ങനെ ചില എക്സാമ്പിൾ ഒക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നൈട്രേഷൻ ഓഫ് ബെൻസീൻ, അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. മാനുഫാക്ചറിങ് ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയൺ, സ്പോഞ്ച് അയൺ. ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. Conversion of sulfur dioxide into sulfur trioxide during the contact process to make sulfuric acid. Sulfuric acid ഉണ്ടാക്കുന്ന രാസപ്രവർത്തനം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്, V2O5. അതുപോലെ ഹൈഡ്രജനേഷൻ ഓഫ് C ഡബിൾ ബോണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നിക്കലാണ്. മനസ്സിലായോ? ഈ രാസപ്രവർത്തനം പിന്നീട് വരുന്ന ഹയർ സ്റ്റഡീസിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതിന്റെ കാറ്റലിസ്റ്റ് ആണ് MnO2. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, സ്പീഡ് കുറയ്ക്കാനും നമുക്ക് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കിത് വിഘടിക്കാൻ പാടില്ല. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 അത് വിഘടിച്ചിട്ട് എന്താവാൻ പാടില്ല? ഓക്സിജൻ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാറ്റലിസ്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ഫോസ്ഫോറിക് ആസിഡ്. എന്താണ്? ഫോസ്ഫോറിക് ആസിഡ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് നെഗറ്റീവ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? രാസപ്രവർത്തനം വേഗത്തിലാക്കില്ല, സ്ലോ. എന്ത് ചെയ്ത്? സ്ലോ ചെയ്യും, സാവധാനത്തിലാക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള കാറ്റലിസ്റ്റ് ഉണ്ട്. ഒന്ന് രാസപ്രവർത്തന വേഗത കൂട്ടുന്നതും രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നതും. മനസ്സിലായോ? ഇനി നമുക്ക് ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് റൂട്ട് ഫോർ ദ റിയാക്ഷൻ വിത്ത് എ ലോവർ ആക്ടിവേഷൻ എനർജി. ഇറ്റ് ഡസ് നോട്ട് ലോവർ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ലോവർ ദ ആക്ടിവേഷൻ എനർജി. നോക്കൂ, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കുന്നിനെ എന്താണ് ഇടിച്ച് താത്തി കളയാൻ പറ്റില്ല, കാരണം അത് വലുതാണ്. നമുക്ക് പിന്നെ എന്താണ് ഒരു മാർഗമുള്ളത്? ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കുക, അല്ലെ? ഒരു ഗുഹ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗുഹയിലൂടെ ഗുഹയിലൂടെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് ഉണ്ടാവും. കാറ്റലിസ്റ്റ് ചെയ്യുന്നത് അതാണ്. അല്ലാതെ ആക്ടിവേഷൻ ഈ ബാരിയറിനെ അത് എന്ത് ചെയ്യുന്നില്ല? നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് വേറൊരു റൂട്ട് നമുക്ക് ഉണ്ടാക്കി തരും. സോ എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൾട്ടർനേറ്റീവ് റൂട്ട്, മറ്റൊരു റൂട്ട് ഫോർ ദ റിയാക്ഷൻ വിത്ത് എ ലോവർ ആക്ടിവേഷൻ എനർജി. കുറച്ച് എനർജി മാത്രം ആവശ്യമായ മറ്റൊരു റൂട്ട് നമുക്ക് നൽകുന്നു. ഇറ്റ് ഡസ് നോട്ട് ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിനെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റൊരു റൂട്ട് നമുക്ക് തരുമ്പോൾ, മറ്റൊരു വഴി നമുക്ക് തരുമ്പോൾ അവിടെ എന്താണ്? അതിലൂടെ പോവാൻ വളരെ കുറച്ച് ആക്ടിവേഷൻ എനർജി മതി. മനസ്സിലായോ? ഈ രണ്ട് ഡിഫറൻസ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇവര് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയല്ല, മറിച്ച് മറ്റൊരു റൂട്ട് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൂടെ പോകാനുള്ള ആക്ടിവേഷൻ എനർജി കുറവ് മതി. അങ്ങനെ അവര് നമ്മൾക്ക് എന്താണ്? വളരെ കുറഞ്ഞ ആളുകൾക്ക് വരെ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? നോക്കൂ, ഈ കാറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കാറ്റലിസ്റ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ കാറ്റലിസ്റ്റ് നിങ്ങൾ കണ്ട പ്രത്യേകം എന്താണ്? ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ, കണ്ടോ? അതിനകത്തേക്ക് എ വന്നു നിന്നു, കണ്ടോ? ഈ കാറ്റിലേക്ക് ആര് വന്നു? എ. ഇവിടെ എ വന്നു നിന്നു. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കണ്ടോ? ഇവിടെ ആര് വരും? ബി വരും. നോക്കിക്കോളൂ, കണ്ടോ? ബിയും വന്നു. അപ്പൊ ഇവിടെ ആര് വന്നു നിന്നു? ബി. കണ്ടോ? അപ്പൊ കാറ്റലിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കാറ്റലിസ്റ്റിന്റെ പ്രതലത്തിലേക്ക് എയിനെയും അട്രാക്ട് ചെയ്തു, എന്താണ്? ബിനെയും അട്രാക്ട് ചെയ്തു. കണ്ടോ? വളരെ പെട്ടെന്ന്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവർ രണ്ടുപേരും കോണ്ടാക്റ്റിൽ വന്നു, കണ്ടോ? ഇവർ രണ്ടുപേരും കോണ്ടാക്റ്റിൽ വന്നിട്ട് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവും? AB എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാവും. നോക്കിക്കോളൂ, കണ്ടോ? ഇങ്ങനെയാണ് രാസപ്രവർത്തനം നടക്കുക. ക്ലിയർ? ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റിയാക്ഷൻ റേറ്റ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കണം എങ്ങനെയാണ് ഉൽപ്രേരകങ്ങൾ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത്. A catalyst may
സ്പീഡ് അപ്പ് ഓർ സ്ലോ ഡൗൺ എ റിയാക്ഷൻ. ഒരു ഉൽപ്രേരകം രാസപ്രവർത്തന വേഗതയെ കൂട്ടാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറയ്ക്കാം. ബൈ ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി റിക്വയർഡ്. എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട്. മനസ്സിലായോ? ബൈ ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി. ഇൻ ദിസ് വേ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് പാത്ത് വേ. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിയിലൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ആക്ടിവേഷൻ എനർജി കുറച്ച് നമുക്ക് തരുന്നത്. എ കാറ്റലിസ്റ്റ് മീൻസ് മോർ കൊളീഷൻസ് occur at കറക്റ്റ് ഓറിയന്റേഷൻ. നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ കൊളീഷൻ നടക്കും കറക്റ്റ് ഓറിയന്റേഷനിൽ. കാരണം കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റ് ഉണ്ടോ ഇവിടെ എ, ഇത് ബി. ഇപ്പോൾ ബി എന്താണ്, ഇങ്ങോട്ട് കാറ്റലിസ്റ്റിലേക്ക് വരും, എയും കാറ്റലിസ്റ്റിന്റെ അടുത്തേക്ക് വരും. ഉണ്ടോ, ദിസ് ഈസ് കാറ്റലിസ്റ്റ്. അപ്പോൾ വളരെ പെട്ടെന്ന് എയും ബിയും എന്ത് ചെയ്യും, കോണ്ടാക്റ്റിൽ വരും. അങ്ങനെ കാറ്റലിസ്റ്റ് മീൻസ് മോർ കൊളീഷൻ occur at കറക്റ്റ് ഓറിയന്റേഷൻ. ബ്രിങ് ദം ടുഗദർ ഇൻ എ റൈറ്റ് വേ ആൻഡ് സഫിഷ്യന്റ് എനർജി. അവർക്ക് എന്താണ്, നല്ല രീതിയിൽ വളരെ എനർജി, അവർക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന അത്ര എനർജിയിൽ എത്തിക്കും. മോർ പാർട്ടിക്കിൾസ് ഹാവ് മിനിമം ആക്ടിവേഷൻ എനർജി. അപ്പോൾ എന്ത് സംഭവിക്കും, മുൻപത്തെ കേസ് പോലെയല്ല, കുറേ തന്മാത്രകൾക്ക് എന്താണ്, മോർ പാർട്ടിക്കിൾസ് ഹാവ് മിനിമം ആക്ടിവേഷൻ എനർജി. അപ്പോൾ എന്ത് സംഭവിക്കും, ദർ ആർ മോർ കൊളീഷൻസ് നടക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു കൊളീഷൻസ് തിയറി, ഇഫ് ദർ ഈസ് huge number of collisions, the reaction rate increases. Collision rate കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റും, കൂട്ടുമുട്ടൽ എണ്ണം കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റും കൂടും. The rate of reaction increases. അങ്ങനെ രാസപ്രവർത്തനത്തിന്റെ വേഗതയും കൂടുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്, എ കാറ്റലിസ്റ്റ് മേ ബി സ്പീഡ് അപ്പ് ഓർ സ്ലോ ഡൗൺ എ റിയാക്ഷൻ. രാസപ്രവർത്തന വേഗത കൂട്ടുന്നു, കുറയ്ക്കുന്നു. ബൈ ലോവറിംഗ് ദ ആക്ടിവേഷൻ എനർജി റിക്വയർഡ്. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ടാണ് സാധിക്കുന്നത്. ഇൻ ദിസ് വേ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് പാത്ത് വേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റൊരു വഴിയിലൂടെയാണ് നമുക്ക് സഹായിക്കുന്നത്. എ കാറ്റലിസ്റ്റ് മീൻസ് മോർ കൊളീഷൻസ് occur at കറക്റ്റ് ഓറിയന്റേഷൻ. കൂടുതൽ കൂട്ടിമുട്ടലുകൾ ശരിയായ ദിശയിൽ ശരിയായ എനർജി, സഫീഷ്യന്റ് എനർജി, ശരിയായ ഊർജ്ജം ഉപയോഗിച്ച് നടക്കുന്നു. മോർ പാർട്ടിക്കിൾസ് ഹാവ് മിനിമം ആക്ടിവേഷൻ എനർജി. കുറേ തന്മാത്രകൾക്കൊപ്പം എന്ത് കിട്ടുന്നു, മിനിമം ആക്ടിവേഷൻ എനർജി കിട്ടുന്നു. ദർ ആർ മോർ കൊളീഷൻസ്. അങ്ങനെ ഒത്തിരി കൂട്ടിമുട്ടലുകൾ നടക്കുന്നു. കൂട്ടിമുട്ടൽ എണ്ണം കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, സോ വാട്ട് യു ലേൺ? നിങ്ങൾ എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? കാറ്റലിസ്റ്റ്, ഉൽപ്രേരകങ്ങൾ എങ്ങനെയാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത്? സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ എന്താ പഠിച്ചത്? ഉൽപ്രേരകങ്ങൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അത് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ കൂട്ടുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്, അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഉൽപ്രേരകങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന്റെ വേഗത എന്ത് ചെയ്യുന്നു, കൂടുന്നു, ഇൻക്രീസസ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഇവിടെ ഈ ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ബ്ലോഗും ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.